ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.2 ക്വസ്റ്റ്യൻ നമ്പർ 2. സോൾവ് ദ പ്രോബ്ലംസ് ഗിവൺ ഇൻ എക്സാമ്പിൾ 1. ഇങ്ങനെയാണ് നമ്മളെ എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1-ലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ആ പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത്. ഇതാണ് പ്രോബ്ലം. ഫസ്റ്റത്തെ പ്രോബ്ലം, ജോൺ ആൻഡ് ജിവാന്തി ടുഗദർ ഹാവ് 45 marbles. Both of them lost 5 marbles each, and the product of the number of marbles they now have is 124. We would like to find out how many marbles they had to start with. അതായത് ജോൺ ജിവാന്തി എന്ന് പറയുന്ന രണ്ടാളുകൾ, ഇവരുടെ കയ്യിൽ ടോട്ടൽ 45 മാർബിൾ ഉണ്ട്. അപ്പോൾ ഒരാളുടെ കയ്യിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ, അഥവാ ജോണിൻ്റെ കയ്യിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റാളുടെ കയ്യിൽ എത്ര മാർബിൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ? എത്ര ഉണ്ടാകും? 45 മൈനസ് എക്സ് ഉണ്ടാവും. ടോട്ടൽ 45 അപ്പോൾ ജോണിൻ്റെ കയ്യിൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ കയ്യിൽ എത്ര ഉണ്ടാവും? ആ ടോട്ടലിൽ നിന്ന് ജോണിൻ്റെ കയ്യിലുള്ള എണ്ണം കുറച്ചാൽ പോരെ. ഫോർ എക്സാമ്പിൾ ജോണിൻ്റെ കയ്യിൽ 10 ആണെന്നുണ്ടെങ്കിൽ ജിവാന്തിൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും? 35 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ 45 മൈനസ് എക്സ്. ഇനി രണ്ട് പേർക്കും 5 മാർബിൾ വീതം ലോസ്റ്റ് ആയി, നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അപ്പോൾ ജോണിന് 5 എണ്ണം പോയി കഴിഞ്ഞാൽ എക്സ് മൈനസ് 5 ആകും. ജിവാന്തിക്ക് 5 എണ്ണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 45 മൈനസ് എക്സ് മൈനസ് 5, 45 5 പോയാൽ 40 മൈനസ് എക്സ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആണ് 124. അപ്പോൾ എക്സ് മൈനസ് 5 ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽ ടു 124. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 40 എക്സ്. ഓക്കെ, എക്സ് ഇൻറ്റു 40 എക്സ്. ദെൻ എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ദെൻ മൈനസ് 5 ഇൻറ്റു 40, 5 ഇൻറ്റു 4 20, 200 മൈനസ് 200. ഒരെണ്ണം മൈനസ് ആയാൽ ആൻസർ മൈനസ് ആവും. ദെൻ മൈനസ് 5 ഇൻറ്റു മൈനസ് എക്സ്, രണ്ടും മൈനസ് ആണ്, അപ്പോൾ പ്ലസ് ആവും. 5 ഇൻറ്റു എക്സ് 5x. ഈ പ്ലസ് 124 ഞാൻ ഇപ്പുറത്ത് കൊടുന്നു, അപ്പോൾ മൈനസ് 124. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. 40x, 40ഉം ഇവിടെ ഒരു 5ഉം, അപ്പോൾ എത്ര എക്സ് ആയി? 45x ആയി. മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ ഒരു മൈനസ് 200ഉം ഒരു മൈനസ് 124, മൊത്തം മൈനസ് 324 ആയി. ഓക്കെ, അറേഞ്ച് ചെയ്തു. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 45x മൈനസ് 324 ഈക്വൽ ടു 0. എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റിനെ പ്ലസ് ആക്കി, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 324. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 45ഉം അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 324 കിട്ടുന്ന രണ്ട് നമ്പറുകൾ. ഓക്കെ, അങ്ങനെ വരുന്ന നമ്പറുകളാണ് ഒന്ന് 9ഉം ഒന്ന് 36. ഓക്കെ, 1 ഇൻറ്റു 324ഉം 2 ഇൻറ്റു 1 നടക്കില്ല, നമുക്ക് 9 ഇൻറ്റു 36. അപ്പം 45 കൂട്ടുമ്പോൾ 45 കിട്ടുന്ന നമ്പറുകൾ നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം 40ഉം 45ഉം ചെയ്ത് നോക്കുക. ഓക്കെ, 40ഉം 45ഉം ചെയ്ത് നോക്കുക. 40ഉം 45ഉം, സോറി 40ഉം 5ഉം. 45ഉം കൂട്ടിയ 45 ആണല്ലോ, പക്ഷെ 0 ഇൻറ്റു 5 5ആണ്. ഇവിടെ 4ലാണ് പ്രൊഡക്റ്റ് അവസാനിക്കുന്നത്, അപ്പോൾ അത് പറ്റില്ല. പിന്നെ 39 പ്ലസ് എത്ര വരിക? 6 വരിക. കണ്ടോ? ഓക്കെ, 40 45, ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടിയെന്നുള്ളൂ. 14 20 200ൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, അടുത്തത് 39 പ്ലസ് 6, 9 6 54. ഓക്കെ, അപ്പോൾ 39 ഇൻറ്റു 6 ചെയ്ത് നോക്കുക. 9 6 54ക്ക് 4 ശിഷ്ടം 5 വരും. 3 18, 18 2 10 3 13 കിട്ടൂല. 54ക്ക് 4 ശിഷ്ടം 5, 3 18, സോറി 23 വരിക കേട്ടോ. 3 18 19 20 21 22 23 കിട്ടൂല. ഓക്കെ, അപ്പോൾ അടുത്തത് 38ക്ക് എത്ര കൂട്ടിയാലാണ്? 38ക്ക് 7 കൂട്ടണം. 7 8 56, 6ലാണ് അവസാനിക്കുന്നത്, അപ്പോൾ അത് പറ്റില്ല. ദെൻ 37ക്ക് 8 കൂട്ടണം. 7 8 56, 6ലാണ് അവസാനിക്കുന്നത് അല്ലേ. 7 8 മൾട്ടിപ്ലൈ, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഏത് സംഖ്യയിലാണ് അവസാനിക്കുന്നത് കിട്ടും. 7 8 56, 6ലാണ് അവസാനിക്കുന്നത്, അപ്പോൾ അത് പറ്റില്ല. പിന്നെ 36ഉം 9ഉം 45, അപ്പോൾ അതെടുത്തു. 9 6 54, അപ്പോൾ 36 ഇൻറ്റു 9. 9 6 54ക്ക് 4 ശിഷ്ടം 5 വരും. 9 27, 27 3 30 2 32 കാരണം 324 ആയി. വാ, അപ്പോൾ നമ്പറായി 36ഉം
9. മനസ്സിലായോ എങ്ങനെ ഞാൻ നോക്കിയത്? 40ഉം 5ഉം എടുത്തു. പക്ഷെ 40ഉം 5ഉം ഗുണിക്കുമ്പോൾ 0 × 5 5 ആണ്. 0 ആണ്. ഇത് 4ലാണ് അവസാനിക്കണം. പിന്നെ 39 6 എടുത്തു. 9 6 54 4ലാണ് അവസാനിക്കുന്നത്. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 234 കിട്ടി. 38 7 എടുത്തു. 7 56 ആണ്. ഇത് 4ലാണ് അവസാനിക്കുന്നത്. ഓക്കെ. 37 8 എടുത്തു. അവിടെയും തന്നെ 7 56 6ലാണ് അവസാനിക്കുന്നത്. പക്ഷെ ഇത് 4ലാണ്. 36 9 എടുത്തു. 9 6 54 4ലാണ് അവസാനം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി 324 കിട്ടി. ഇനി രണ്ടും നെഗറ്റീവ് ആയാലേ ആൻസർ പോസിറ്റീവ്. പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ രണ്ടിനും നെഗറ്റീവ് കൊടുത്തു. 36 9ഉം കൂട്ടിയാൽ 45. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും നെഗറ്റീവ് ആവും. -9ഉം -36ഉം കൂട്ടിയാൽ +324 കിട്ടും. നമുക്ക് ഇതിനങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാം. x² -9x -36x +324. ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാനൊരു എക്സിനെ പുറത്തെടുത്തു. ബാക്കി ആരുണ്ടാവും? ഇവിടുന്ന് എക്സ് പോയാൽ ബാക്കി എക്സ്, ഇവിടുന്ന് എക്സ് പോയാൽ ബാക്കി 9. ഇതിൽ നിന്ന് രണ്ടൊന്നും ഞാനൊരു 36നെ അങ്ങോട്ട് പുറത്തെടുത്തു. ഓക്കെ. -36നെ പുറത്തെടുത്തു. മൈനസും പോന്നു, 36ഉം പോന്നു. ബാക്കി ആരാ? എക്സ്. പ്ലസ് എന്നൊരു മൈനസ് പോന്നു. അപ്പോൾ ഇവിടെ മൈനസ് ആവും. 36 324 പോന്നാൽ 9. കാരണം 36 × 9 ആണല്ലോ 324. അപ്പോൾ 9. ഇപ്പോൾ x - 9 കോമൺ ആയില്ലേ? അപ്പോൾ x - 9 x - 36. ഒന്നെങ്കിൽ x - 9 = 0 ആവും, അല്ലെങ്കിൽ x - 36 = 0 ആവും. ആദ്യം x = 9 or x = 36 സൊല്യൂഷൻ ആയി. ഓക്കെ. A cottage industry produces a certain number of toys in a day. The cost of production of each toy in rupees was found to be 55 minus the number of toys produced in a day. On a particular day, the total cost of the production was 750. We would like to find out the number of toys produced on that day. അതായത് ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയിൽ certain number of toys ആണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ആ നമ്പർ ഓഫ് ടോയ്സിൻ്റെ എണ്ണം നമുക്ക് അറിയില്ല. അപ്പോൾ അതിനെ ഞാനിവിടെ എക്സ് നിർത്തും. ഇനി അതിൽ ടോയ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 55 മൈനസ് ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ. നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ കോസ്റ്റ് എത്രയാണ്? 55 മൈനസ് എക്സ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആണ് 55 മൈനസ് എക്സ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഡേയിൽ അവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 750 ആണ്. ഓക്കെ. എത്ര ടോയ്സ് ഉണ്ടാക്കി? എക്സ് ടോയ്സ് ഉണ്ടാക്കി. ഒരെണ്ണത്തിൻ്റെ വില 55 മൈനസ് എക്സ്, ടോട്ടൽ കോസ്റ്റ് 750. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതുക? ഒരെണ്ണത്തിൻ്റെ വിലയെ ടോട്ടൽ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടൂലേ? അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില എത്രയാ? 55 മൈനസ് എക്സ്. എണ്ണ എത്രയാ? എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ് = 750. എക്സ് ഇൻറ്റു 55 55x. എക്സ് ഇൻറ്റു മൈനസ് എക്സ് -x² = 750. ഈ 750 അപ്പുറത്ത് കൊടുത്തു. -x² + 55. ഇതിവിടെ പോസിറ്റീവ് ആണ്, അപ്പുറം വരുമ്പോൾ നെഗറ്റീവായി. x² കോഎഫിഷ്യന്റ് ഞാൻ പോസിറ്റീവ് ആക്കി. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആകും, നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പോൾ x² -55x + 750 വരും. ഇനി രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. അതിൻ്റെ സമ്മ് 55 ആയിരിക്കണം, പ്രൊഡക്റ്റ് 750 ആയിരിക്കണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പറാണ്, ഒന്ന് 30ഉം 25ഉം. ഓക്കെ. 5 വെച്ച് 5 കൂട്ടുമ്പോൾ 5 കിട്ടുന്ന നമ്പർ എടുത്താൽ മതി. ഓക്കെ. കൂട്ടുമ്പോൾ 5 കിട്ടണം. 55 വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 50 55 കൊടുക്കുക. ആരൊക്കെ എടുക്കുക? 50 55 കൊടുക്കുക. ഓക്കെ. 50ഉം 5ഉം. ഓക്കെ. എത്ര? 50ഉം 5 എടുക്കുക. അപ്പോൾ 250 വരുള്ളൂ. ഓക്കെ. പിന്നെ 40ഉം പിന്നെ എത്രയാ 15 കൊടുക്കുക. എന്തുകൊണ്ടാണ് മക്കളെ 40ഉം 15ഉം? എന്നാൽ പിന്നെ എനിക്ക് 45 അങ്ങനെ എടുത്തുകൂടായിരുന്നു. 45ഉം വേറെ ഏതെങ്കിലും നമ്പർ, ഒരു നമ്പർ 0 ആയിരിക്കണം. ഓക്കെ. കാരണം പ്രൊഡക്റ്റ് അവസാനിക്കുന്നത് 0-ലാണ്. കണ്ടോ? അപ്പോൾ 40 15 കൊടുത്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 14 20ക്ക് 0 2 1 4 4 2 6 600 കൊടുക്കുക. ഓക്കെ. അപ്പോൾ അത് വേണ്ട. പിന്നെ അടുത്ത് 30ഉം 25 കൊടുത്തു. ഇവിടെ അതേപോലെ തന്നെ 0 × 5 0 3 5 15 0 1 3 3 2 3 6. ഓക്കെ. 0 5 6 7 കണ്ടോ? ഓക്കെ. 0-ലാണ് അവസാനിക്കുന്നത്. കൂട്ടിയ 55 കിട്ടണം. അപ്പോൾ 50ഉം 5ഉം അത് കിട്ടൂല. പിന്നെ 40ഉം 15ഉം അതിലും കിട്ടൂല. പിന്നെ 30 25ഉം അതിൽ കിട്ടി. കണ്ടോ? 750. എങ്ങനെ എടുക്കുന്നത് മനസ്സിലായില്ലേ? സംഖ്യകൾ എങ്ങനെ എടുക്കുന്നത് മനസ്സിലായില്ലേ? കൂട്ടിയ 55 കിട്ടണം. അപ്പോൾ വലിയ സംഖ്യ എന്ന് തുടങ്ങുക. ചെറിയ ചെറിയ സംഖ്യകൾ നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ 1 × 750 നടക്കൂല സാറേ. പിന്നെ 2 × എത്ര നോക്കുക, 3 × എത്ര നോക്കുക, അതൊന്നും നടക്കൂല. അതിന് ഒരുപാട് സമയം പിടിക്കും അല്ലേ? ഇവിടെ കൂട്ടുമ്പോൾ 55 കിട്ടണം. അപ്പോൾ 50ഉം 5ഉം ചെയ്തു.
ഓക്കെ, ഒരു സംഖ്യ 0-ൽ അവസാനിക്കണമായിരിക്കും, കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0-ൽ അവസാനിക്കുന്ന സംഖ്യയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 50 5 ചെയ്ത് നോക്കി, അതിൽ കിട്ടൂല എന്നുള്ളത് മനസ്സിലായി. പിന്നെ 40 15 ചെയ്തു, 40 15 കൂട്ടി 55 അതിലും കിട്ടുന്നില്ല. പിന്നെ 30 25 ചെയ്തു, അതിൽ കിട്ടി. അപ്പം നമ്പർ ഏതൊക്കെയാ? 30 25. ഇനി സമ്മും മൈനസും വരണം, പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണം. പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ രണ്ടിനും നെഗറ്റീവ് കൊടുത്തു. രണ്ടും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലോ കൂട്ടിയാണ്ട് നെഗറ്റീവിൻ്റെ ചിഹ്നം കൊടുത്താൽ പോരെ. 30 25 55 രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും നെഗറ്റീവ്. ഇനി ഇതിനങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 30x മൈനസ് 25x പ്ലസ് 750. ഫസ്റ്റത്തെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? ഇതിലും എക്സ് ഇതിലും എക്സ്. അപ്പോൾ എക്സിനെ പുറത്തെടുത്തു, ബാക്കി എക്സ് മൈനസ് 30. ഇതിന് ഞാനൊരു മൈനസ് 25 ബാക്കി ഇവിടെ എക്സ് പ്ലസ് എന്ന് മൈനസ് പോയി, ബാക്കി മൈനസ് 750 25 പോയാൽ ബാക്കി ആരുണ്ടാവും? 30. അപ്പോൾ എക്സ് മൈനസ് 30 കോമൺ ആയി. അപ്പോൾ എക്സ് മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 25. അപ്പോൾ എക്സ് മൈനസ് 30 ഈക്വൾ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് 25 ഈക്വൾ ടു 0. അതിന് എക്സ് ഈക്വൾ ടു 30 അല്ലെങ്കിൽ എക്സ് ഈക്വൾ ടു 25 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടോയ്സ് ഒന്നെങ്കിൽ 30 അല്ലെങ്കിൽ 25.